അതൊരു കൽപ്പന ദൈവം അബ്രഹാമിനെ കൊടുത്തു. ഏറ്റവും വലിയ കൽപ്പന. അതേപോലെ കൽപ്പന എന്റെ മുമ്പേ ഇപ്പോൾ വരുമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവില്ല. അത് സത്യം. ഈ സാംസാരിക ചിന്ത എനിക്ക് ബുദ്ധിമുട്ടാവില്ല. ഏറ്റവും വലിയ ഒരു മനുഷ്യ മനസ്സത്തെ അംഗീകരിക്കില്ലാത്തൊരു കൽപ്പന ദൈവം അബ്രഹാമിനെ കൊടുത്തു. നിന്റെ കുഞ്ഞിനെ, ഏകദാതൻ കുഞ്ഞിനെ നീ ആരൊക്കെ സ്നേഹിക്കുന്ന ആവാന് ദൈവം പറയുവാൻ ഒരു ബുദ്ധിമുട്ടല്ല. ഇസാക്കൊക്കെ നീ പിടിച്ചിട്ട് മര്യാദ പോയിട്ട് എനിക്ക് വേണ്ടി യാഗപ്പെടും. ദൈവം പറഞ്ഞു നിന്റെ കുഞ്ഞിനെ, നിന്റെ മാത്രം മകനെ നീ സ്നേഹിക്കുന്ന ഇസാക്ക്. 3 സെന്റൻസിൽ കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. ദൈവം പറയുവാൻ ബുദ്ധിമുട്ടില്ല. അബ്രഹാമേ നീ ഇസാക്കൊക്കെ പിടിച്ചിട്ട് നീ പോകോ. നിന്റെ കുഞ്ഞിനെ, നീ നിന്റെ മാത്രം മകനെ നീ സ്നേഹിക്കുന്ന ഏകദാസ ഇസാക്കിനെ പിടിച്ച് എനിക്ക് വേണ്ടി. ഏറ്റവും മനസ്സ് എനിക്ക് അതേപോലെ കൽപ്പന വരും ബുദ്ധിമുട്ടുണ്ട്. 100 വർഷത്തെ ഭയങ്കര ബുദ്ധിമുട്ടത്തോടെ കിട്ടി ഒരു മകൻ. 75 വർഷത്തെ തന വാക്തത്ത ദൈവം 100 വർഷത്തെ ഫുൾഫിൽ ചെയ്തു. എന്നിട്ടും ദൈവം താൻ അനുഗ്രഹം. എന്നിട്ടും ദൈവം പറഞ്ഞു എനിക്ക് വേണ്ടി വായിച്ച വേദമാവാൻ ദൈവം നീതിമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അബ്രഹാമിന്റെ കൂടെ ദാസന്മാരുണ്ട്, വെള്ളക്കാരുണ്ട്, കറുത്തവുണ്ട്. പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അവന്റെ കയ്യിലുണ്ട്. എന്താണെന്നറിയാമോ? വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. ഈ വിറക്, തീ, കത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസനുണ്ട്. ഈ മൂന്ന് സ്ഥാനങ്ങൾ അബ്രഹാമിന്റെ കയ്യിലുണ്ട്. പണക്കാർ മാത്രമല്ല, വെള്ളക്കാർ മാത്രമല്ല, ഡോക്കി കറുത്ത മാത്രമല്ല, ഈ അബ്രഹാമിന്റെ കയ്യില് വലിയ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. വിറക് എന്തിനാ നമുക്ക് ഉപയോഗിക്കണം? വിറക് കത്തിക്ക. അതെ, ഞാനൊരു കാര്യം പറയാം. വിറകാണ് നമ്മുടെ ജീവൻ ഉറവിട. മനസ്സിലായോ? ജീവൻ ഉറവിട. കത്തിച്ചിട്ട് ചോറ് വെച്ചിട്ട് നമ്മൾ കഴിക്കണം. നമ്മുടെ ജീവൻ ഒരു ഉറവിടമാണ് വിറക്. ഒരു ഉറവിടമാണ് വിറക്. കാരണം വിറകിട്ട് കത്തിച്ചിട്ട് ചോറ് വെച്ച് കൂട്ടൽ വെച്ച് നമ്മുടെ ഇവിടെ ഗ്യാസ് ഉണ്ട്. ഈ വിറക് പിടിച്ചിട്ട് അബ്രഹാം ഇസാക്കിനെ മരിക്കാൻ വേണ്ടി അവൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ തറപ്പോട്ടിലുണ്ടായിരുന്ന വിധവ ഇലിയാവ് പോലത്തെ സമയത്ത് വിറക് എന്താ കാരണം ഈ വിറക് കൂടെ നമ്മൾ കത്തിച്ച് ഫുഡ് വെച്ച് നമ്മൾ മരിക്കണം. അവിടെ ചിന്ത ഉണ്ടാവുന്നത് മരിക്കാൻ വേണ്ടി. ഈ 2 ആള് വിറക് മരിക്കാൻ വേണ്ടി പിടിച്ചു. നന്നായി ശ്രദ്ധിക്കണം. അല്പത്തമായി ദൈവത്തെ മക്കളുടെ ഞാൻ പറയുവാനായിട്ട് ഈ വിറക് മരിക്കാൻ വേണ്ടി 2 ആള് ഉപയോഗിച്ചു. എനിക്ക് തന്നെ ജീവന്റെ ഉറവിടം സമർപ്പണം ഞാൻ ദൈവത്തിന്റെ വേണ്ടി ഉപയോഗിക്കുമെങ്കിൽ ഞാൻ മരിക്കുമില്ല, ഞാൻ ജീവിക്കും. ഈ അബ്രഹാം ഈ വിറക് ഇസാക്കിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഇസാക്ക് മരിച്ചിട്ടില്ല. ഈ വിധവ അടിപ്പത്തുണ്ടായിരുന്ന വിധവ മരിക്കാൻ വേണ്ടി വിറക് ഉപയോഗിച്ചു. പക്ഷെ മരിച്ചിട്ടില്ല. കുറെ വർഷം ജീവിച്ചു. മനസ്സിലായില്ല. ഈ വിറക് തന്നെ സമർപ്പണം എനിക്ക് തന്നെ സമർപ്പണം ഞാൻ ദൈവത്തിന്റെ മേൽ ഉപയോഗിക്കുമെങ്കിൽ ഞാൻ മരിക്കുമില്ല, ഞാൻ ജീവിക്കും. അത്രമാത്രമല്ല തീയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ട് അവന്റെ കൂടെ. ആ നൈറ്റ് എന്താ കത്തിയുണ്ട്, ദൈവത്തിന്റെ പദത്ത ശക്തി ഉണ്ട്. ഈ 3 കാര്യങ്ങൾ അബ്രഹാമിന്റെ കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? സമർപ്പണമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഉണ്ട്. ഈ 3
ശക്തി ഉണ്ടെങ്കിൽ ദൈവം അബ്രഹാമിന് വേണ്ടി കടന്നു. ഈ 3 കാര്യങ്ങൾ എന്റെ കൂടെ സമർപ്പണം ഉണ്ടെങ്കിൽ, എന്റെ കൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, എന്റെ കൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് കടന്നുവാ ദൈവം ഇപ്പോൾ ഇതിന്റെ പകലകാലം നമ്മുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ചില സമയത്ത് ഇസാക്ക് ചോദിച്ചു, ഇസാക്ക് അപ്പാ തീയുണ്ട്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, കുഞ്ഞാടെവിടെ? അതുപോലെ കുസ്തിന്ന ചില സമയത്ത് ഇസാക്ക് പോലെ നാം ചോദിക്കും, അപ്പാ എന്റെ കൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വാസ്തവത്തിൽ, എന്റെ കൂടെ സമർപ്പണമുള്ള വാസ്തവത്തിൽ, എന്റെ കൂടെ ദൈവത്തിന്റെ വചനങ്ങളുടെ വാസ്തവത്തിൽ ആ യാഗപീഠം കൂടി കുഞ്ഞാൽ എവിടെ ചോദിക്കുന്നത്? വിശ്വാസം നമ്മളെ കൊണ്ടുകൊണ്ടാകാം. എന്റെ കൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, എന്റെ കൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, എന്റെ കൂടെ സമർപ്പണം ഉണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി കരുതുവാൻ ദൈവം ഇപ്പോ ഈ പകലകാലം വിശ്വാസമുണ്ട്. വിറകെന്താ ചെയ്തു? യാഗപ്പെടും അവർ ചെയ്തു. ഒരു വിറക് ആ യാഗം പിടിച്ച് അവിടെ വെച്ചു. വേദനത്തോടെ, കാരണം സന്തോഷമില്ലാതെ ഉള്ളില് സന്തോഷമില്ല, കാരണം വേദനത്തോടെ ഒരു വിറക് അവർ വെക്കുന്നു. കാരണം ഇസാക്കിന്റെ ജീവൻ അവസാനിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് എന്റെ മകന്റെ ജീവനം അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു വിറക് ഹല്ലേലൂയ സമർപ്പണം ഹല്ലേലൂയ ആ യാഗപ്പെടുത്ത് മുമ്പേ അവൻ വെച്ചു. പക്ഷേ പ്രിയ ദൈവമക്കളെ, അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ഈ താരത്തിൽ നിന്നും ഹല്ലേലൂയ, ഈ താരത്തിൽ ഇതേപോലെ ആയിരമായ വിശ്വാസമാണ് എനിക്ക് ദൈവം തരുമെന്ന ഉള്ളിലുള്ള വിശ്വാസം. അവന്റെ വിറകിൽ വെച്ച് വാസ്തവത്തിൽ അത് സത്യമാണ്. ഈ വിറകിൽ നിന്ന് കത്തിച്ച ശേഷം ആ ചാര വരും, ചാര ഈ ചാരത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ദൈവം ആയിരം വിശ്വാസം. വലിയ സമർപ്പണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ വലിയ സമർപ്പണം വേണം, വലിയ വിശ്വാസം വേണം. ഹല്ലേലൂയ. ഈ സാരിപ്പത്ത വിധവ മരിക്കാൻ വേണ്ടി വിറക് പറക്കുന്നു, പക്ഷെ മരിച്ചിട്ടില്ല. വിധവയുടെ ജീവനം അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ അബ്രഹാം മരിക്കാൻ വേണ്ടി വിറക് ഉപയോഗിച്ചു. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന്റെ ജീവനം അവസാനിച്ചിട്ടില്ല. ഒരു കാര്യം ഇവിടെ നല്ല ഒരു 22-ാമത്തെ അധ്യായം അതിന്റെ അതിന്റെ 5-ാമത്തെ വാക്യം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് യാഗം മരിക്കാൻ വേണ്ടി അബ്രഹാം പോയിട്ടില്ല, ആരാധിക്കുവാൻ അബ്രഹാം പോയി. ആരാധിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് ഞാൻ വിശ്വസിക്കും. ആരാധിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം വലിയ വിടുതൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കും. ഈ 2 അപ്പ മകന് മരിക്കാൻ യാഗപീഠങ്ങൾ ആരാധിക്കാൻ വേണ്ടി പോയി. എവിടെയാണോ ആരാധന അവിടെയാണോ വലിയ വിടുതൽ, എവിടെയാണോ ആരാധന അവിടെയാണോ വലിയ സന്തോഷം, എവിടെയാണോ ആരാധന അവിടെയാണോ വലിയ ഒന്നുകളും. ഹല്ലേലൂയ. 2 പൗലോസും ശീലാസും അർദ്ധരാത്രിയുടെ ജയിലിലുണ്ടായിരുന്നു. അർദ്ധരാത്രി എന്താ ചെയ്ത് അറിയാമോ? അർദ്ധരാത്രി ആരാധിച്ചു, ദൈവത്തെ ആരാധിച്ചു. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ദൈവം താഴെ വന്നു, 2 ആൾ ആരാധിച്ചു. പക്ഷെ എല്ലാവരും തങ്ങള് പൊട്ടി. എല്ലാവരും ആരാധിച്ചില്ല. ഇത് നല്ല ചിന്തിക്കാൻ നല്ലവരും 2 ആൾ ആരാധിച്ചു. എത്രമാത്രം ആരാധിച്ചു മതി? ഈ ലോകത്തിൽ എല്ലാവർക്കും വിടുതൽ വരും. സമർപ്പിക്കുന്ന ആൾക്കാർക്ക് വിടുതൽ വരും. എല്ലാവരും 2 ആൾ മാത്രം ആരാധിച്ചു. എല്ലാവരും ചങ്ങലമാക്കി. അതിന്റെ പകലക്കാലം നമ്മുടെ മുമ്പ് ഇതേപോലെ ചങ്ങലുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടത്തിന്റെ
സങ്കടമുണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടത്തിന്റെ സങ്കടം ഉണ്ടെങ്കിൽ, അതിന്റെ പ്രയാസം ഉണ്ടെങ്കിൽ ആരാധിച്ചാൽ മതി. ഞാൻ ആരാധിക്കുമ്പോൾ ചങ്ങല, എല്ലാ ചങ്ങലയും മാറും. ആരാധിച്ച ദൈവമക്കൾക്ക് വേണ്ടി ആരാധിക്കുമ്പോൾ വീടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വീടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹത്തെ ആത്മാവേ സമാധാന സന്തോഷം ധാരാളമായി നൽകിയോ, ദേഹത്തെ ആത്മാവേ സമാധാന സന്തോഷം ധാരാളമായി നൽകിയോ. പ്രതിജ്ഞാവിലായിക്കട്ടെ നല്ല